ഹലോ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനീഷ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഷർട്ട് ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആയിട്ടാണ്. ഞാൻ ഓൾറെഡി ഇപ്പോൾ 2 ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 2 നല്ല റെസ്പോൺസാണ് കിട്ടിയത്. ഒരുപാട് പേർക്ക് ആ ഡിസൈൻ ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. അപ്പോൾ 2 ഞാൻ ചെയ്തത് പിനോഫോർ ആയിരുന്നു. ഇന്ന് ഞാനൊരു ഓഫ് ഷോൾഡർ ടൈപ്പ് ഡ്രസ്സാണ് ചെയ്യുന്നത്. എൻ്റെ വീഡിയോ കാണുന്നത് പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ ഇതിൻ്റെ താഴെ തന്നെ കാണും, അതൊന്ന് പ്രസ് ചെയ്തേക്കുക. അതുപോലെ പെട്ടെന്ന് തന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട്, അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തത് പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. നമുക്കപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്ന് കാണാം. ഇതിൻ്റെ ഡിസൈനിങ്ങിൻ്റെ ഡീറ്റെയിൽസ്, സ്റ്റിച്ചിങ് എങ്ങനെയാണ്, ഫൈനൽ പ്രോഡക്റ്റ്, ഇതൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോണത്. ഓക്കെ, അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇതിനൊരു പോക്കറ്റ് ഉണ്ട്. ഈ പോക്കറ്റ് എനിക്ക് ആവശ്യമില്ല, ഞാനത് റിമൂവ് ചെയ്യാണ്. മുകളിൽ സെൻറ്റർ ലൈനിൽ നിന്ന്, അതായത് സെൻറ്റർ ലൈൻ എന്ന് പറയുമ്പോൾ ഈ പോർഷനായിട്ട് വരും. ഇതിൻ്റെ സെൻറ്റർ ലൈനിൽ നിന്ന് 3 ഇഞ്ച് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് തയ്ച്ചു പോണ ഭാഗങ്ങളുണ്ട്. അപ്പോൾ ടോട്ടൽ 3.5 ഇഞ്ച് 2 സൈഡിലേക്ക് മാർക്ക് ചെയ്യാണ്. നമ്മളിപ്പോൾ മുകളിൽ ഒരു സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ താഴേക്ക് 2.5 ഇഞ്ചിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് സൈഡിലേക്ക് 2 ഇഞ്ചിൽ വേറൊരു പോയിന്റ് മാർക്ക് ചെയ്തു. ഈ ഒരു കോർണറിൽ നിന്ന് ഒരു 3/4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തു. ഈ 3 പോയിന്റും കൂടെ കർവ് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ ആം ഹോൾ അഥവാ കൈക്കുഴി. ഇനി ഞാൻ ചെയ്യുന്നത്, ഇവിടെ നിന്ന് നേരെ താഴത്തോട്ട് ഒറ്റ സ്ലോപ്പിൽ ലൈൻ വരയ്ക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇതൊരു നീളം കൂടിയൊരു ഡ്രസ്സാണ്, ഓഫ് ഷോൾഡർ ആണ്, അതുകൊണ്ടാണ് ഇവിടെ എത്ര ലെങ്ത് കുറവ്. ഈ ഒരു പോർഷനിൽ നിന്ന് ഇങ്ങനെയല്ലേ പോവുക ഓഫ് ഷോൾഡർ എന്ന് പറയുമ്പോൾ. ഇനി നമുക്ക് ഓഫ് ഷോൾഡറിൻ്റെ ആ ഒരു പീസ് കട്ട് ചെയ്യണം. അതാണ് അടുത്തത്. അത് ഞാൻ കട്ട് ചെയ്യുന്നത് സ്ലീവിൽ നിന്നാണ്. ഇത് ഞാൻ ആദ്യം ചെയ്യുന്നത് ഇതിന് ഫുൾ കട്ട് ചെയ്തെടുക്കുകയാണ്. സ്ലീവ് ഓപ്പൺ ആക്കാൻ പോവാണ്. ഓഫ് ഷോൾഡറിന് വേണ്ട പീസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 16 ഇഞ്ചാണ്. വിഡ്ത്ത് ഒരു 5.25 ഇഞ്ച് വരുന്നുണ്ട്. ബെൽറ്റും ഞാൻ കട്ട് ചെയ്യുന്നത് സ്ലീവിൽ നിന്ന് തന്നെയാണ്. അടുത്ത സ്ലീവിൽ നിന്നാണ് ഞാൻ ബെൽറ്റിനുള്ള പീസ് കട്ട് ചെയ്യുന്നത്. എൻ്റെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് എന്താണെങ്കിൽ, ഈ ഒരു പോർഷൻ നമുക്ക് ഫിനിഷ് ചെയ്യാനുണ്ട്. ഞാൻ എന്ത് ചെയ്തു, ഒരു വലിയ പീസ് തുണി അതേപോലെ മുറിച്ചെടുത്തു. ഒരു വേസ്റ്റ് വരെ എത്തുന്ന ലെവലിൽ മുറിച്ചെടുത്തു. ഇനി നമ്മളിത് നല്ല സൈഡ്, അതായത് റൈറ്റ് സൈഡ് ഫേസ് ടു ഫേസ് വെച്ച് ഇതിൻ്റെ അരുവത്തു കൂടെ, അതായത് ഒരു 1/2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ഇട്ടുണ്ട്. സീം അലവൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ എക്സ്ട്രാ, അതായത് ഉള്ളിലേക്ക് പോകുന്ന ഭാഗമാണ് സീം അലവൻസ്. അപ്പം ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് ഇട്ടുണ്ടായിരുന്നു. ഈ സീം അലവൻസിൽ കൂടെ ഇത് ചുറ്റും അടിച്ചു കൊടുക്കുക. അതിന് ശേഷം ഇത് മറിച്ചിടുക. ഫ്രണ്ടും ബാക്കും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട്, ഇത് ബാക്ക്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ് ഓഫ് ഷോൾഡർ ആയിട്ട് വരുന്ന ഒരു പോർഷൻ. ഇതിൻ്റെ 2 സൈഡും മടക്കി അടിച്ച് ഒന്ന് ഫിനിഷ് ചെയ്യും. ഓഫ് ഷോൾഡറിനുള്ള പീസും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് സെൻറ്റർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ഈ ഒരു പോർഷനിൽ, അതായത് ഈ ഒരു പോർഷനിൽ, ഇത്രയും പോർഷനിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് ഫ്രണ്ടാണ്, ബാക്കും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ ഒരു ബെൽറ്റിൻ്റെ സൈഡ് അടിച്ച് ഫിനിഷ് ചെയ്യണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. എൻ്റെ ബെൽറ്റിൻ്റെ പകുതി കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് ഇതിൽ കൂടെ ഒരു നീണ്ട ഒരു വള്ളിയും കൂടെ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ 2 പീസ് വെച്ചിട്ടുള്ളത്. സൈഡ് അടിച്ച് ഇതിനെ മറിച്ചിടാണ്. അപ്പോൾ നമ്മുടെ ബെൽറ്റ് എന്ന് പറയുന്നത് നോക്കിയേ, ആദ്യം ഒരു പീസ് അടിച്ചു. അതിന് ശേഷം ഒരു റിങ്, ജസ്റ്റ് ഒരു റിങ് അറ്റാച്ച് ചെയ്തു. ഇനി ചെയ്യാൻ പോകുന്നത്, നമ്മളൊരു വള്ളി ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തില്ലേ, ആ വള്ളി കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുകയാണ്. കണ്ട, ഇതാണ് നമ്മുടെ ബെൽറ്റ്. അപ്പോൾ നമ്മൾ ബെൽറ്റ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ സൈഡ് ജോയിൻ ചെയ്യലാണ് അടുത്ത പ്രോസസ്സ്. ഞാൻ സ്ട്രാപ്പ് വെച്ചു കൊടുത്തു. ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സൈഡ് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഡ്രസ്സ്. ഇനി നമുക്ക് കുട്ടിക്കിട്ടിട്ട് നോക്കാം കേട്ടോ. ഇതെങ്ങനെയുണ്ടെന്ന്.
അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇതാണ് ഡ്രസ്സ്, ഓഫ് ഷോൾഡറാണ് ഡ്രസ്സ്. ഇവിടെ വേസ്റ്റിലൊരു കുഞ്ഞു ബെൽറ്റ് ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യുന്നത്. മോൾക്ക് ഇഷ്ടമായ ഡ്രസ്സ്? ഇഷ്ടമായി? അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ബൈ ബൈ പറഞ്ഞേ. ബൈ ബൈ ബൈ.